ഹരി ഓം. ശ്രീമദ് ഭാഗവതം 6-ാം സ്കന്ധം 17-ാം അധ്യായത്തിലെ 25-ാം ശ്ലോകം മുതൽ വിവരിക്കുന്നു. ശ്രീ ശുക ഉവാച ഇതി പ്രസാദ്യ ഗിരിശൗ ചിത്രകേതുരരിന്ദമ ജഗാമ സ്വവിമാനേന പശ്യതോ സ്മയതോസ്തയോഃ. അവസാനത്തെ വാക്ക് സ്മയതോസ്തയോഃ. ആ വാക്ക് തയോഹോ. സ്മയതോ എന്ന് പറഞ്ഞാൽ വിസ്മയിപ്പിക്കുന്ന ഉള്ള അർത്ഥത്തിലാണ് സ്മയതോ. ആ സ വേണ്ടതാണ്. സ്മയതോ തയോ. അപ്പോൾ ഒന്നിച്ച് വന്നപ്പോൾ സ്മയതോസ്തയോഹോ. ആ സ എന്നുള്ള രണ്ടാമത് സ്മയതോ കഴിഞ്ഞിട്ട് വരുന്ന സ, അത് സന്ധി പിരിച്ചപ്പോൾ നമ്മൾ പ്ലസ് ഇട്ട് പറയുമ്പം പ്ലസ് ഇടാതെ പ്ലസ് ഇട്ടാണ് പറയുന്നത്. സ്മയതോഹോ തയോ. അത് ഒന്നിച്ച് പറയുമ്പോഴാണ് സ വന്നത്. അത് മാത്രമേ അവിടെ വന്നുള്ളൂ. മറ്റേ ആദ്യത്തെ സ്മ ഉള്ളതാണ് കേട്ടോ. സ്മയതോ തയോഹോ എന്ന് പറഞ്ഞാലും ശരിയാണ്. മനസ്സിലായല്ലോ. തയോ അവർ രണ്ടുപേർ എന്നുള്ള അർത്ഥത്തിലാണ് തയോഹോ എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്മയതോ തയോഹോ. ആ വാക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നേ. ഇതി പ്രസാദ്യ ഗിരിശൗ ചിത്രകേതുരരിന്ദമ. ആ വാക്കും അങ്ങനെ തന്നെ. അരിന്ദമ, ശത്രുക്കളെ ഇല്ലാതാക്കുന്നവനെ. ജഗാമ സ്വവിമാനേന പശ്യതോ. അത് അറിയാവുന്ന വാക്കാണ്. നമുക്ക് കാണുന്നു എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പറയുന്നതാണ്. പശ്യതോ നോക്കിയിരിക്കെ, കണ്ടുകൊണ്ടിരിക്കെ. ജഗാമ സ്വവിമാനേന പശ്യതോ സ്മയതോസ്തയോഹോ. കേട്ടല്ലോ. ഇങ്ങനെയാണ്. അങ്ങനെ പാർവതിയെയും പരമേശ്വരനെയും സന്തോഷിപ്പിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു. ദേവിയോട് പറഞ്ഞു, ഞാൻ ആ ശാപം ഏറ്റെടുക്കാൻ എനിക്ക് ഒരു സങ്കടവുമില്ല, അത് ഞാൻ ചെയ്തോളാം. എനിക്ക് തന്ന ശാപം ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് പരമേശ്വരനെയും ദേവിയെയും പാർവതി ദേവിയെയും സന്തോഷിപ്പിച്ചിട്ട് അവർ രണ്ടുപേരും നോക്കിയിരിക്കെ. ആര് രണ്ടുപേരുവാ? മഹാദേവനും ശ്രീപാർവതിയും നോക്കിയിരിക്കെ ഈ ചിത്രകേതു എന്ന് പറയുന്ന ആൾ തൻ്റെ തന്നെ വിമാനത്തിൽ ഗമിച്ചു, അവിടെ നിന്ന് പോയി. ഇത്രയേ ഉള്ളൂ. ചിത്രകേതു തൻ്റെ വിമാനത്തിൽ തന്നെ കയറിപ്പോയി. എങ്ങോട്ടാ? അസുരയോനിയിൽ ജനിക്കാൻ വേണ്ടി. തതസ്ഥോ ഭഗവാൻ രുദ്രാണീം ഇതം അബ്രവീത് ദേവർഷി ദൈത്യസിദ്ധാനാം പാർഷദാനാം ച ശൃണ്വതാം. തതസ്ഥോ ഭഗവാൻ രുദ്രാണീം ഇതം അബ്രവീത്. അത് തതഃ തു അനന്തരം ഭഗവാൻ രുദ്രനാകട്ടെ ദേവർഷി ദൈത്യസിദ്ധാനം, ദേവന്മാർ, ഋഷികൾ, ദൈത്യന്മാർ, സിദ്ധന്മാർ, പാർഷദന്മാർ ഇവരെല്ലാം കേട്ടിരിക്കെ രുദ്രാണിയോട്, അതായത് ദേവിയോട്, പാർവതി ദേവിയോട് ഇതം അബ്രവീത് ഇപ്രകാരം പറഞ്ഞു. ദൃഷ്ടവത്യസി ശുശ്രൂണി ഹരേരദ്ഭുതകർമ്മണഃ മാഹാത്മ്യം ഭൃത്യഭൃത്യാനാം നിസ്പൃഹാണാം മഹാത്മനാം. ദൃഷ്ടവത്യാസി ശുശ്രൂണി. ദൃഷ്ടവത്യാസി ശുശ്രൂണി ഹരേരദ്ഭുതകർമ്മണഃ മാഹാത്മ്യം ഭൃത്യഭൃത്യാനാം നിസ്പൃഹാണാം മഹാത്മനാം. ശുശ്രൂണി, അല്ലയോ സുന്ദരി, ആശ്ചര്യമായ കർമ്മത്തെ നടത്തുന്ന ഹരിയുടെയും മഹാനായ ഭഗവാനിൽ മനസ്സ് അർപ്പിച്ചിരിക്കുന്നവരെ കൂടിയവരെയും നിസ്പൃഹാണാം ഒരാഗ്രഹവുമില്ലാത്തവനുമായ ഭൃത്യഭൃത്യന്മാരുടെയും മാഹാത്മ്യത്തെ നീ കണ്ടല്ലോ. ഭഗവാന്റെ ഭക്തൻ്റെ ഇത് കണ്ടല്ലോ എന്ന്. എങ്ങനെയാണെന്ന് കണ്ടല്ലോ. ഹരിയുടെ ഭക്തൻ്റെ ഹരിഭൃത്യരായ ആ നാരദാദികളുടെയും അവരുടെ ഭൃത്യരായ, നാരദര് അങ്കിരസൊക്കെ മഹാവിഷ്ണുവിൻ്റെ ഭക്തരാണ്. ആ ഹരിയുടെ ഭൃത്യന്മാരായ നാരദ അങ്കിരസ്മാരുടെ ഭൃത്യരായ ചിത്രകേതുവിനെ പോലെയുള്ളവരെയും ആ മഹാത്മ്യത്തെ നീ ശ്രദ്ധിച്ച് കണ്ടോ? നീ പറഞ്ഞിട്ടൊന്നും പറയാതെ അവർ ശാപമേറ്റ് വാങ്ങിക്കൊണ്ട് പോയ ചിത്രകേതുവിനെ കണ്ടോ എന്ന് ദേവിയോട് പാർവതി ദേവിയോട് മഹാദേവൻ ചോദിച്ചു. നാരായണ പരാ സർവേ ന കുതശ്ചന ബിഭ്യതി സ്വർഗാപവർഗ നരകേഷു
അവിടെ നിർത്തുക. പിന്നെ അഭിതുല്യാർത്ഥദർശിനഃ സ്വർഗാപവർഗ നരകേഷു അഭിതുല്യാർത്ഥദർശിനഃ അത്രയുള്ളത്. നാരായണനെ ഭജിക്കുന്നവൻ, നാരായണനെ പൂജിക്കുന്നവൻ സർവേ എല്ലാവരും ഒന്നിൽ നിന്നും കുതസ്സന ഒന്നിൽ നിന്നും ന ബിഭ്യതി ഒന്നും ലേശം പോലും ഭീതി ഉണ്ടാകുന്നില്ല, അവർക്ക് ഒരു ഭയവും തോന്നുന്നില്ല. സ്വർഗം നരകമോ മോക്ഷമോ എന്ത് തന്നെ ആയാലും എല്ലാത്തിനെയും തുല്യാർത്ഥ ദർശനക എല്ലാത്തിനെയും സമാന രീതിയിൽ കാണുന്നു. ഏതിനെ നരകം കിട്ടിയാലും സ്വർഗം കിട്ടിയാലും തുല്യമായിട്ട് കാണുന്നു ഹരിയുടെ ഭക്തന്മാർ. ഇത്രയേ ഉള്ളൂ. നാരായണനിൽ പരമപ്രേമമുള്ളവർ ഒന്നിനെയും ഭയപ്പെടുന്നില്ല. എന്നിട്ട് ഭഗവാൻ കൂടെ ഉണ്ടെന്ന് ഉറച്ച വിശ്വാസമുള്ളവൻ എന്തിനെയാണ് ഭയപ്പെടാനുള്ളത്? ഒന്നിനെയും ഭയപ്പെടുന്നില്ല. അത് എങ്ങനെയാണ് ആ വിശ്വാസം അതുപോലെ ഇരിക്കും. ആ ഭയത്തിൻ്റെ ഇത് ഭഗവാന്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പിച്ചുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ രക്ഷിക്കാനുള്ള ആൾ നമ്മുടെ കൂടെ ഉണ്ട്, രക്ഷിക്കാനുള്ള ഔഷധം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തലവേദന വന്നാലും നമുക്ക് വലിയ പ്രശ്നമില്ല. എൻ്റെ കയ്യിൽ മരുന്നുണ്ടെന്നൊരു ഉറപ്പ്. അതാ ഉറപ്പ് പോലെ ഭഗവാന്റെ സാന്നിധ്യം നമുക്കും വേണം. അത്രയേ ഉള്ളൂ. ദേഹിനാം ദേഹസംയോഗാത് ദ്വന്ദ്വാനീശ്വരലീലയാ സുഖം ദുഃഖം മൃതിർജന്മ ശാപോനുഗ്രഹ ഏവച. ദേഹിനാം ദേഹസംയോഗാത് ദ്വന്ദ്വാനീശ്വരലീലയാ സുഖം ദുഃഖം മൃതിർ ജന്മ ശാപോനുഗ്രഹ ഏവച. ഈശ്വരൻ്റെ കളി എങ്ങനെയാണെന്ന് നോക്കാം. ദേഹിനാം എന്ന് പറഞ്ഞാൽ ദേഹികൾക്ക് ദേഹസംയോഗാതെ ദേഹം കാരണമായിട്ട് ഹേതുവായിട്ട് എന്തൊക്കെ ഉണ്ടാകുന്നു? സുഖം ദുഃഖം മൃതി ജന്മം മരണവും ജനനവും ശാപങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം ഈ ദ്വന്ദ്വങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ദ്വന്ദ്വങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട്, ഒന്ന് നമ്മൾ എതിരിപദം പറയാൻ പഠിപ്പിക്കുകയില്ല, അതുപോലെ എല്ലാ ദുഃഖം സുഖമുണ്ട്, നരകമുണ്ടെങ്കിൽ സ്വർഗമുണ്ട്, ജനനമുണ്ടെങ്കിൽ മരണമുണ്ട്, ശാപമുണ്ടെങ്കിൽ അനുഗ്രഹവുമുണ്ട്. അപ്പോൾ ഈ അനുഗ്രഹം കിട്ടുമ്പോഴോർത്തോണം ശാപവും ഇതിൻ്റെ കൂടെ ഉണ്ടെന്ന്. എപ്പോഴെങ്കിലും എന്തെങ്കിലും നമ്മൾ ചെയ്താൽ അതിന് ശാപവും കിട്ടും. അപ്പം നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് ഭഗവാനോട് പിണങ്ങിയിട്ട് കാര്യമില്ല. എന്താ മോക്ഷം അനുഗ്രഹം കിട്ടിയപ്പോൾ നമ്മൾ ഭഗവാനെ സ്തുതിച്ചോ? വലിയതായിട്ടൊന്നും സ്തുതിക്കുകയല്ലേ. ഞാൻ എൻ്റെ പ്രാർത്ഥന കൊണ്ട് ഭഗവാനത് കേട്ടു എന്നുള്ളൊരു വാക്കിൽ ഒതുക്കും. എന്നാൽ നേരെ മറിച്ചൊരു ശാപമാണ്, നമുക്കൊരു ശാപം ഉണ്ടാകുകയാണെങ്കിൽ, എന്തെങ്കിലും ശാപം പോലെ ഒരു കാര്യം എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിലോ പിന്നെ ഭഗവാനെ പഠിക്കാനേ നേരെ കാണുള്ളൂ. ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ടും ഭഗവാനെ എനിക്കിങ്ങനെ വന്നല്ലോ, അല്ലേ? അങ്ങനെയാണ്. അതൊരു സ്വാഭാവികമാണ്, അത് നമ്മുടെ മനുഷ്യ സഹജമാണ്, അത് ഒന്നും മാറ്റാൻ പറ്റുന്നതല്ല. അവിവേകകൃത പുംസോ ഹ്യർത്ഥഭേദ ഇവാത്മനി ഗുണദോഷ വികൽപശ്ചാഭിദേവ സൃജിവത് കൃതഃ. അവിവേകകൃത പുംസോ ഹ്യർത്ഥഭേദ ഇവാത്മനി ഗുണദോഷ വികൽപശ്ചാഭിദേവ ഭിദ ഇവയാണ്. ഭിദ ഇവ ആണ് ഭിദേവ എന്ന് വന്നത്. ഭിദ ഇവ ഭേദം പോലെയും എന്നുള്ളത്. ഭിദ ഇവ സ്രജിവത് കൃതഃ. അതായത് പുംസ പുരുഷൻ്റെ ഗുണദോഷ വികല്പങ്ങൾ, ഗുണദോഷ സങ്കല്പം, ഭേദസങ്കല്പം ആത്മനി ആത്മാവിൽ അവിവേകത്താൽ ഉണ്ടാക്കപ്പെട്ടതാണ്. എന്താ ഗുണദോഷം എന്നുള്ള ഭേദങ്ങൾ ആത്മനി മനസ്സിൽ അർത്ഥഭേദ ഇവ പദാർത്ഥഭേദം പോലെ സ്രജിവത് മാലയിൽ, അതായത് മാലയിൽ സർപ്പത്തെ എന്ന ഭിദ ഇവ ഭേദം പോലെയും. മാല കണ്ടിട്ട് സർപ്പമാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ ഒരു നല്ല നമ്മൾ പറയുന്ന സർപ്പത്തിൻ്റെ നിറം നല്ല സ്വർണ്ണ നിറമാണ്. സർപ്പം ക്ഷേത്രങ്ങൾ അമ്പലങ്ങൾ മുറ്റത്തൊക്കെ കാണാറുണ്ട് അതിനെ എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതിന് നല്ല സ്വർണ്ണ അരഞ്ഞാണം പോലെ ആയിരിക്കുന്നതെന്ന് പറഞ്ഞത്. അത് കണ്ടിട്ട് മാലയാണെന്ന് തോന്നുന്നത് പോലെ. അത് സത്യമല്ല. ഗുണദോഷ വികൽപശ്ച ഗുണദോഷത്തിൻ്റെ ഗുണവും ദോഷവുമായിട്ടുള്ള ആ ഭേദം ആണ് മനുഷ്യനെ കൊണ്ടാകുന്നത്. ആ ഭേദം പോലെയും ഉണ്ടാക്കപ്പെട്ടതാകുന്നു. അതായത് ഇഷ്ടവും അനിഷ്ടവും എന്ന ഭാവം മനസ്സിൽ തോന്നുന്നത് അത് സത്യത്തിൽ ഉള്ളതല്ല, വാസ്തവമല്ലത്. നമ്മുടെ മായ കൊണ്ട് നമുക്ക് തോന്നുന്നതാണ്. അതുകൊണ്ടാണത് ചിലപ്പോൾ നമുക്ക് ഉള്ള ദുഃഖം ഉണ്ടാകുന്ന ഒരു കാരണം മറ്റൊരാൾക്ക് ചിലപ്പോൾ അത് സന്തോഷമായിരിക്കാം. അങ്ങനെയും വരാവുന്നല്ലേ. അങ്ങനെ ഉള്ള കാര്യങ്ങൾ അതൊക്കെ മനസ്സിൻ്റെ ഒരു തോന്നലാണ്. വാസുദേവേ ഭഗവതി ഭക്തിം ഉദ്വഹതാം നൃണാം. ഭക്തിം ഉദ്വഹതാം ഒന്നിച്ച് പറഞ്ഞാൽ മതി കേട്ടോ. ജ്ഞാന വൈരാഗ്യ വീര്യാണാം നേഹ കശ്ചിത് അപാശ്രയ.
വാസുദേവേ ഭഗവതി വാസുദേവായ ഭഗവാനിൽ ഭക്തിം ഉദ്വഹത ഭക്തിയെ ഉണ്ടാക്കുന്നതും ജ്ഞാനവൈരാഗ്യ വീര്യാണ് ജ്ഞാനം വൈരാഗ്യം എന്നിവയുടെ വീര്യത്തോടു കൂടിയവരുമായ നൃണാം മനുഷ്യർക്ക് ഈ ലോകത്തിൽ കശ്ചിത് വ്യപാശ്രയം യഹ ന ആശ്രയിക്കത്തക്കതായിട്ട് വേറെ ഒന്നുമില്ല. അതായത് ആശ്രയിക്കാൻ ഭഗവാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വേറെ ജ്ഞാനവൈരാഗ്യം എന്നിവയുടെ വീര്യത്തോടു കൂടിയവരുമായ മനുഷ്യർക്ക് വേറെ ഭഗവാനല്ലാതെ വേറെ ഒന്നിനെയും ആശ്രയിക്കേണ്ടതില്ല. നാഹം വിരിഞ്ചോ ന കുമാരനാരദോ ന ബ്രഹ്മപുത്ര മുനയ സുരേശാഹ പിതാമ യസ്യേഹിതം അംശകാംശകാം ന തസ്വരൂപം പൃഥക് ഈശമാനിനഃ പൃഥകീശമാനിനഃ ന യസ്യ യാതൊരുവൻ്റെ അംശകാംശക അംശത്തിൻ്റെയും അംശത്തിൽ നിന്നുണ്ടായവരാണെങ്കിലും പൃഥക് ഈശമാനിന ഈ ഭിന്നന്മാരായ ഈശ്വരന്മാരാണെന്ന് അഭിമാനിക്കുന്ന അഹം ഞാൻ എന്താ വിരിഞ്ചൻ ഞാൻ ബ്രഹ്മാവ് നാരദോ സനത്കുമാരൻ നാരദൻ ബ്രഹ്മപുത്രനാണ് മുനിയാണ് ബ്രഹ്മാവിൻ്റെ പുത്രന്മാരായ മുനികൾ പിന്നെ ദേവാന്മാരിൽ പ്രധാനികൾ എന്നിവ ഞങ്ങൾ അവൻ്റെ സ്വരൂപത്തെയും ഈ ഹിതം അവൻ്റെ അഭിപ്രായത്തെയും നവിധാമ അറിയുന്നില്ല. അതായത് ഞാൻ ശിവൻ, ബ്രഹ്മദേവൻ, സനത്കുമാരൻ, നാരദൻ, ബ്രഹ്മപുത്രനായ മറ്റ് മുനികൾ, ദേവേന്ദ്രൻ മുതലായവർ ദേവന്മാർ യാതൊരുവൻ്റെ അംശാംശ സംഭവന്മാരാണെങ്കിലും അവരൊക്കെ ഭഗവാന്റെ അംശങ്ങളിൽ നിന്നുണ്ടായവരാണെങ്കിലും വേറിട്ടിരിക്കുന്ന ഈശ്വരന്മാരാണെന്ന അഭിമാനമുള്ളവർ ആയതുകൊണ്ട് ഈശ്വരൻ്റെ സത്യമായ സ്വരൂപത്തെ അഭിപ്രായത്തെയും ശരിയായിട്ട് അറിയുന്നില്ല. അവർ പോലും അറിയുന്നില്ല. അത് നമ്മളെ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വളരെ പാഴ്ശ്രമമാണ്. സത്യത്തിൽ ഒരു പാഴ്ശ്രമമാണ് നടത്തുന്നത്. ഇതൊക്കെ പറഞ്ഞാൽ നമുക്കിതൊന്നും മനസ്സിലാകുന്നില്ല അല്ലേ? അത് പറഞ്ഞ് അന്ന് ഉള്ള ആളുകൾക്ക് വേറെ യാതൊരു കാര്യങ്ങളിലും വ്യാപൃതരാകാതെ ഇതുപോലത്തെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ട് നടക്കുന്നവരെ ഒന്നുകൂടി അതിനെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് വ്യാസഭഗവാൻ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് ഇത്. അതുകൊണ്ട് നമുക്കിതൊട്ടും രുചിക്കുന്നതല്ല ഈ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത്. ഞാൻ ബ്രഹ്മദേവനാണ്, നാരദനാണെന്നൊക്കെ ചിന്തിക്കുന്ന അവർക്ക് പോലും ഈശ്വരന്മാരാണെന്ന് അവർ അഭിമാനിക്കുന്നു. അവർക്ക് പോലും പരമാർത്ഥ സ്വരൂപനായൻ്റെ അഭിപ്രായത്തെ ശരിയായിട്ട് അവർ പോലും മനസ്സിലാക്കുന്നില്ല. അപ്പം പിന്നെ നമ്മൾക്ക് എത്ര മനസ്സിലാകും? അപ്പം നമ്മളോടത് പറയുന്നത് പാഴ്വേലയല്ലേ സത്യത്തിൽ എന്ന് നമുക്കും ചോദിക്കാം. പക്ഷേ ഇതൊരു സൂക്ഷിച്ചു വെക്കേണ്ട ഗ്രന്ഥം ആയ രീതിയിൽ ആ സംസ്കാരത്തെ ഒന്ന് സൂക്ഷിക്കാൻ വേണ്ടി സംസ്കാരം ഉണ്ടായിരുന്നുവെന്ന് ഉള്ള ഒരു ഇതിനു വേണ്ടിയിട്ട് വ്യാസൻ അത് എഴുതി വച്ചിരിക്കുന്നു. അതിപ്പോഴും സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴും നമ്മളാൽ പറയപ്പെടുന്നു, കേൾക്കപ്പെടുന്നു. മുഴുവൻ മനസ്സിലാക്കണമെന്നൊന്നുമില്ല അവർക്ക്, ഇത് എഴുതി വെച്ച ആളിന്. ആ സത്യത്തെ എഴുതിയിരിക്കുന്നത് മാത്രം. അത് കവിതകൾ പോലെയുള്ള കവിതകൾ എന്ന് പറയാൻ പറ്റത്തില്ല. ഇതുപോലെ ഗദ്യമാർഗത്തിലല്ല, പദ്യമാർഗത്തിലാണ് ഇപ്പോൾ എഴുതുന്ന പല ഗ്രന്ഥങ്ങളും ഗദ്യമാണ്. അത് സൂക്ഷിച്ച് വെക്കാനൊക്കെ ഉള്ളതും എല്ലാം നമ്മൾ അങ്ങനത്തെ ഡോക്യുമെൻറ്റ്സ് ആയിട്ടാണ് വെക്കുന്നതെന്നേ ഉള്ളൂ. ഇതിങ്ങനെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്നേ ഉള്ളൂ കേട്ടോ. സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം പറഞ്ഞു തരുന്നത്. നഹ്യസ്യ അസ്തി പ്രിയ കശ്ചിത് ന പ്രിയ സ്വപരോപിവ ആത്മത്വാദ സർവഭൂതാനാം സർവഭൂത പ്രിയോ ഹരിഹി. ഭഗവാന്റെ മഹിമയെക്കുറിച്ച് അങ്ങ് വർണ്ണിക്കുക. നഹ്യസ്യ അസ്തി പ്രിയ കശ്ചിത്, പിന്നെ നാ പ്രിയ സ്വപരോപിവ ആത്മത്വാ സർവഭൂതാനാം സർവഭൂത പ്രിയോ ഹരിഹി. ഇവന് കശ്ചിത് പ്രിയ, ഒരുവൻ പ്രിയനായിട്ടും അപ്രിയനായിട്ടും എന്നുവെച്ചാൽ സ്വീകാര്യനായിട്ടും പിന്നെ പരാപി അന്യനായിട്ടും നാസ്തി ഇല്ല. സർവഭൂതാനാം സർവപ്രാണികളുടെയും ആത്മഭാവം കാരണമായിട്ട് ഈ ഭഗവാൻ ഹരി സർവഭൂതങ്ങളുടെയും പ്രിയനാണ്. സർവഭൂതങ്ങളിലും പ്രിയമുള്ളവനാണ്. അദ്ദേഹത്തിന് ഒന്നിനോടും പ്രത്യേകതയില്ല. മനുഷ്യനോടും പട്ടിയോടും മുയലിനോടും പൂച്ചയോടും ദേവനോടും അസുരനോടും എല്ലാം ഒരേ ഭാവമാണ്. എന്തിന്? ഹരിക്ക് അതായത് ഭഗവാന്. നമ്മൾ ഭഗവാൻ എന്ന് പറയുന്നത് ഇവിടെ ആത്മാവ്, ആത്മത്വം, ബ്രഹ്മം എന്ന് പറയുന്നതിന് എന്നിലും നിങ്ങൾ എല്ലാവരിലും ചരാചരങ്ങളിൽ മുഴുവൻ പട്ടിയിലും പൂച്ചയിലും ഈ പറഞ്ഞ വർഗത്തിലെല്ലാം അസുരനിലും രാക്ഷസനിലും ബാക്കി യക്ഷനിലും വിദ്യാധരനിലും എല്ലാവരിലും ഇരിക്കുന്നത് ഒരേ ചൈതന്യമാണ് എന്നുള്ള ആ
മനസ്സ്, ആ ഒരു അറിവ്, അതിനെല്ലാം ഒന്നാണ്. അതാണ് ഭഗവാൻ എല്ലാവരോടും ഒരേപോലെയാണെന്ന് പറയുന്നത് പ്രിയം. ഈ ഭഗവാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ ഓർക്കണം കേട്ടോ. ഒരാൾ അവിടെ ഇരിപ്പുണ്ടെന്നുള്ള കാര്യത്തിൽ ഇങ്ങനത്തെ കാര്യം, ഇതുപോലത്തെ പിന്നെ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ കരുതണം. മനസ്സിൽ ഒരാളിനെ ആയിട്ട് കരുതരുത്. ഒരു ബ്രഹ്മം എന്ന് പറയുന്നത് എന്തോ ഒന്ന്, അതെന്താണെന്നുള്ള കണ്ടുപിടിക്കും. നമ്മുടെ ഉള്ളിലും എല്ലാവരുടെ ഉള്ളിലും എന്തോ ഒന്ന്, ഒരു ചൈതന്യമുണ്ടല്ലോ. ആ ചൈതന്യം ഇല്ലാതാകുമ്പോഴാണല്ലോ സത്ത്. ആ സത്തെന്ന് പറയുന്നത് ഇല്ലാതാകുമ്പോൾ നമ്മൾ ഇല്ലാതായി. നമ്മുടെ ശരീരം വെറും ജഡമാണ്. അതിനെ പിന്നെ നമ്മളുടെ പേര് കൂട്ടിപ്പോലും പറയില്ല. ആ ജീവൻ അങ്ങ് പോയി കഴിയുമ്പോൾ ആ ഒരു സാധനം, ആ ജീവൻ എന്ന് പറയുന്നത് എല്ലാവരിലും ഇരിക്കുന്നത് ഒന്നാണ് എന്നീ പറഞ്ഞു വരുന്നത്. അത് ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. എവിടെയെങ്കിലും അവസരം കിട്ടിയാൽ അത് പറയുന്നു എന്നേ ഉള്ളൂ. അതായത് ചിത്രകേതു എന്ന് പറയുന്നയാൾ മഹാവിഷ്ണുവിലെ പരമപ്രേമത്തോടു കൂടിയ ഭൃത്യനാണ്. സുഖ ദുഃഖാദി അവസ്ഥാഭേദങ്ങളെ ഒരുപോലെ കാണുന്നവനാണ്. അതുപോലെ രാഗാദി വൃത്തികൾ എല്ലാം അടങ്ങി ശാന്തനായ സ്വരൂപനാണ്. എന്നിട്ടും ഭഗവാൻ അവിടെ ചെന്നപ്പോൾ ഉമാദേവിയെ മടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന പരമേശ്വരനെ ഒന്ന് ചെറുതാക്കി കണ്ടു. അത് ആ ഭേദബുദ്ധി പെട്ടെന്നുണ്ടായി. അത് പെട്ടെന്നിങ്ങനെ മാറുന്നതല്ലെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ രണ്ടുപേരും ഏകനായ നാരായണനെ സേവിക്കുന്നവരാണ്. അതുകൊണ്ട് ചിത്രകേതുവിൽ എനിക്ക് ലേശവും അപ്രിയമോ കോപമോ ഇല്ല. ലോകമര്യാദ അനുസരിച്ച് മാത്രമാണ് ചിത്രകേതു പറഞ്ഞതെന്ന് ധരിക്കണം. അങ്ങനെ ആ കാര്യം കൂടെ പറഞ്ഞു. അത് തസ്യ ചായം മഹാഭാഗ, അവിടെ അതാണ് ഇതിൻ്റെ അർത്ഥമായി ഞാനിപ്പോൾ പറഞ്ഞത്. ശ്രീ ഭഗവാൻ പ്രിയനായിട്ടോ അതിനു മുമ്പത്തെ ശ്ലോകത്തിലെ, അതായത് ന ഹ്യസ്യാസ്തി പ്രിയ കശ്ചിത് നാ പ്രിയ സ്വപരോഭിവ ആത്മത്വ സർവഭൂതാനാം സർവഭൂത പ്രിയോഹരി, എല്ലാ സർവഭൂതങ്ങളിലും പ്രിയമുള്ളവനാണ്. തസ്യ ചായ മഹാഭാഗ, പിന്നെ ചിത്രകേതു പ്രിയോനുഗ സർവത്ര സമദൃക് ശാന്തോ ഹ്യഹം ചൈവ അച്യുത പ്രിയ. അല്ലയോ ഭാഗ്യവാനും എല്ലാറ്റിലും സമദർശനമുള്ളവനും ശാന്തനും, അതായത് ശാന്തമായ വൃത്തിയോട് കൂടിയവനും എന്ന ഈ ചിത്രകേതു ആ ഭഗവാന്റെ പ്രിയ ദാസനാകുന്നു. ഞാനും അച്യുതനാകുന്ന ആ പ്രിയനോട് കൂടിയവനാകുന്നു എന്ന് മഹാദേവൻ പറയുന്നു. ദേവിയോട് പറയുന്നു. തസ്മാന്ന വിസ്മയകാര്യ പുരുഷേഷു മഹാത്മസോ മഹാപുരുഷഭക്തേഷു ശാന്തേഷു സമദർശിഷു, അതൊക്കെ വായിച്ചു പോകാനേ ഉള്ളൊന്നുമില്ല. അത് കാരണമായിട്ട് അത് കാരണം ശാന്തേഷു, ശാന്ത സ്വഭാവമുള്ളവരും സമദർശനമായിട്ട് എല്ലാവരെയും എല്ലാവരിലും സമദർശനമുള്ളവനും മഹാത്മാക്കളും മഹാപുരുഷഭക്തേഷു മഹാപുരുഷനിൽ ഭക്തിയുള്ളവരുമായ പുരുഷന്മാരിൽ വിസ്മയം കാണിക്കത്തക്കതല്ല. ഒരു പ്രത്യേകതയും ഒരു അഹങ്കാരവും ഗർവവും വിസ്മയവും ഒന്നും ഉള്ളതല്ല. ഇങ്ങനെ സ്വന്തം അഭിപ്രായം പറഞ്ഞതിൽ പിന്നെ ശ്രീ പാർവതി ദേവിയെ ശ്രീ ശിവൻ ശാസിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് രാഗാദി വൃത്തികൾ അടങ്ങിയിരിക്കയാൽ ശാന്തന്മാരും സകല കാര്യങ്ങളിലും ഒരു ഭേദവുമില്ലാതെ വസിക്കുന്ന പരമതത്വത്തെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നവരും അപരിച്ഛിന്നമായ മനസ്സോടു കൂടിയവരുമായ, അതുപോലെ വിഷ്ണുവിൽ, അതായത് പുരുഷോത്തമനായ ഭഗവാനിൽ പരമമായ പ്രേമ ഭക്തിയോട് കൂടിയവരുമായ പുരുഷന്മാരിൽ ശാപം ഏൽക്കുവാൻ തക്കവിധം സമർത്ഥയാകുന്നു ഞാൻ എന്നുള്ള ആ ഭാവമുണ്ടല്ലോ ദേവിയുടെ, ആ ഗർവമുണ്ടാകാതിരിക്കണം. ആ പ്രതിശാപം ചെയ്യാൻ അവർക്ക് ശക്തി ഇല്ലാഞ്ഞിട്ടല്ല, അവർക്കും ശക്തിയുണ്ട് പ്രതിശാപം ദേവിക്ക് കൊടുക്കാൻ. പക്ഷേ ശാന്തന്മാരാകുന്നത് കൊണ്ട് അവർ തിരിച്ച് ശപിക്കുന്നില്ല എന്നേ ഉള്ളൂ എന്ന് ദേവിയോടൊന്ന് ശാസിക്കുന്നുമുണ്ട് ഭഗവാൻ. ആര്? മഹാദേവൻ. തസ്മാന്ന വിസ്മയകാര്യ പുരുഷേഷു മഹാത്മസോ മഹാപുരുഷഭക്തേഷു ശാന്തേഷു സമദർശിഷു, എല്ലാവരെയും സമദർശനത്തോട് കാണുന്ന ശാന്തരായ അവർ ഒന്നും പറയാതെ മിണ്ടാതെ ഉരിയാടാതെ പോയെന്നേ ഉള്ളൂ. അവർക്ക് തിരിച്ച് പറയാൻ മേലാഴുകയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവരെയൊക്കെ ശാസിക്കുന്നതിന് ശപിക്കുന്നതിനുമൊക്കെ ഒരു മര്യാദയൊക്കെ വേണം കേട്ടോ ദേവി എന്നൊന്ന് പറഞ്ഞു. ശ്രീശുക ഉവാച ഇതി ശ്രുത്വാ ഭഗവതഃ ശിവസ്യോമാഭിഭാഷിതം ബഭൂവ ശാന്തധീരാജൻ ദേവി വിഗതവിസ്മയാം. ഭഗവാനായ ശിവൻ്റെ ഈ വാക്കുകളെ കേട്ടിട്ട് രാജാവേ ദേവി
അതായത് ശ്രീ പാർവതി ദേവി ഒട്ടു തന്നെ ഗർവമില്ലാത്തവളും അഹങ്കാരമില്ലാത്തവളും ശാന്തമായ ബുദ്ധിയെ സ്വീകരിച്ചവളുമായിട്ട് ഭവിച്ചു. ഇത്രയേ ഉള്ളൂ. ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ മഹാദേവൻ പറഞ്ഞപ്പോൾ പാർവതി ദേവിയുടെ ഗർവവും കോപവും ഒക്കെ ഒന്ന് തണുത്തു. ഇതി ഭാഗവതോ ദേവ്യ പ്രതിശബ്ദുമ അലം തമഹ മൂർധന സഞ്ജഗൃഹേ ശാപം ഏതാവത് സാധുലക്ഷണം. ശാപം നാക്കുക ഒന്നിച്ചാണെങ്കിൽ ശാപം ഏതാവത് ഒന്നിച്ചെഴുതിയിരിക്കുന്നെങ്കിൽ ശാപം നാക്കിയിട്ട് വെട്ടിയിട്ട് ഏതാവത് സാധുലക്ഷണം പ്രതിശബ്ദും അലം തമ, അതായത് പകരം തിരിച്ച് ശപിക്കാൻ അലന്തം ഏറ്റവും സമർത്ഥനായ ഭഗവത് ഭക്തൻ ദേവിയുടെ ശാപത്തെ മൂർധന സ്വന്തം ശിരസിലേറ്റി സഞ്ജഗൃഹേ സ്വീകരിച്ചു. സഞ്ജഗൃഹേ അതായത് അത് തന്നിലേക്ക് ആവാഹിച്ചു. സാധു ലക്ഷണം, അതൊരു സാധുവിൻ്റെ ലക്ഷണമാണ്. നല്ലൊരു സന്യാസിയുടെ ലക്ഷണമാണത്. ഏതാവത് ഇത്ര മാത്രമാകുന്നു. അത് പകരം ശപിക്കാനൊക്കെ പ്രാപ്തനാണെങ്കിലും ഭഗവാന്റെ ഭക്തനായ ചിത്രകേതു ദേവിയോടൊന്നും പറയാതെ നിർവികാര ഭാവത്തോടുകൂടി അതിനെയെല്ലാം സ്വയം ഏറ്റെടുത്തു. അങ്ങനെ അന്യർക്ക് ഒരു അപ്രിയവും ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരാണ് സാധുക്കൾ എന്നോർക്കുക. യജ്ഞേ ത്വഷ്ടുർദക്ഷിണാഗ്നോ ദാനവീം യോനിമാശ്രിതഃ വൃത്ര ഇത്യഭിവിഖ്യാതോ ജ്ഞാനവിജ്ഞാന സംയുതഃ. ദാനവീം യോനിം അസുരയോനിയെ ആശ്രയിച്ചവനും ജ്ഞാനവിജ്ഞാന സംയുത പരോക്ഷവും അപരോക്ഷവുമായ ജ്ഞാനവും അജ്ഞാനവും കൂടിയവനുമായ വൃത്ര വൃത്രൻ എന്ന അഭിവിഖ്യാത പ്രസിദ്ധനുമായി ത്വഷ്ടാവിൻ്റെ ദക്ഷിണാഗ്നിയിൽ യജ്ഞേ ജനിച്ചു. ഈ കഥ പറഞ്ഞ് ചിത്രകേതുവാണ് പിന്നീട് വൃത്രനായിട്ട് ജനിച്ചത്. അതുകൊണ്ടാണ് വൃത്രൻ പറയുന്നത് ഭഗവാന്റെ കൈകൊണ്ട് കൊല്ലാനിട വന്നാൽ എനിക്ക് ഭാഗ്യം കൂടും, എന്നെ കൊല്ലൂ എന്നും പറയുന്നില്ലേ. ജാത പക്ഷിക്കുഞ്ഞുങ്ങളിങ്ങനെ നോക്കിയിരിക്കുന്നത് പോലെ അങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഭഗവാനോടുള്ള ആ സ്നേഹം, അതുകൊണ്ട് എന്നെ കൊല്ലൂ എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഭഗവാന്റെ കൈകൊണ്ട് മരിക്കാനിടയായാൽ എന്നോർത്താണ്. ഇന്ദ്രനാണ് വജ്രായുധം. ഏതാണ് ദധീചി മഹർഷിയുടെ അസ്ഥി കൊണ്ടുണ്ടാക്കിയ വജ്രായുധവുമായിട്ടാണ് ഇന്ദ്രൻ ഇദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിക്കുന്നത്, വൃത്രനെ കൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ വൃത്രൻ എന്തുകൊണ്ട് ഇങ്ങനെ ഭക്തി ഉണ്ടായി എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് വർണ്ണിക്കുന്ന ഭാഗമാണ് നമ്മൾ ഇത്രയും നേരം കേട്ടത്, ഈ ചിത്രകേതുവിൻ്റെ കഥ. അപ്പോൾ അത് ഒന്ന് ഓർത്തിരിക്കണം. ഈ കഥ ഇതാണെന്ന് കഥ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ അതിനകത്ത് ഒരുപാട് നമ്മൾ പറഞ്ഞില്ലേ മുമ്പേ ഇപ്പോൾ പറഞ്ഞ കുറേ കാര്യങ്ങൾ അതിനകത്ത് കുത്തി നിറച്ചിരിക്കും. കഥ മാത്രമല്ല, ഈ കഥ ആയിരിക്കുകയില്ല പറയാൻ വ്യാസൻ ഉദ്ദേശിച്ചത്, മറ്റേ കാര്യം പറയാനായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ കഥ വരുന്നതേ ഉള്ളൂ. എന്നാലും ചിത്രകേതു എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകും, കാരണം ഉണ്ടാകും ഒരു കാര്യത്തിന്. അപ്പോൾ ഈ വൃത്രൻ ഇവിടെ വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചതിന് മറുപടിയായിട്ടാണ് ഈ ചിത്രകേതുവിൻ്റെ കഥ മുഴുവൻ പറയുന്നത്. അപ്പോൾ പുത്രന്മാരില്ലാതിരുന്ന ചിത്രകേതുവിനെ സമാധാനിപ്പിച്ച അംഗരസും നാരദ മഹർഷിയുടെ കഥ തൊട്ടിങ്ങ് പോന്നു. പുത്രൻ ഉണ്ടായി, പക്ഷേ പുത്രൻ കൊല്ലപ്പെട്ടു. അപ്പോൾ വീണ്ടും ദുഃഖിതനായി അവരെ ഭരിച്ചപ്പോൾ അവർ രണ്ടുപേരും കൂടെ അംഗരസും നാരദരും കൂടെ അനുഗ്രഹിച്ച് വിദ്യാധര പദവി നേടിക്കൊടുത്തു. 7 ദിവസം കൊണ്ടുള്ള ആ പഠനം കൊണ്ട് ജ്ഞാനവിജ്ഞാനത്തെ എല്ലാം കൊടുത്ത് വിദ്യാധര പദവി കൊടുത്തു. ആ വിദ്യാധരനായിട്ട് അനേകകാലം സഞ്ചരിച്ചു വന്നപ്പോൾ ഒരിക്കൽ മഹാദേവൻ ഒരു സദസ്സിനെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നത് കണ്ട് അവിടെയോട്ട് ചെന്നപ്പോൾ എന്താ കാണുന്നത്? ശ്രീപാർവതിയെ നഗ്നനായ ഭഗവാൻ ഇരുന്ന് ശ്രീപാർവതിയും അങ്ങനെ തന്നെ ആലിംഗനം ചെയ്ത രീതിയിലിരുന്ന് അവിടെ ക്ലാസ് എടുക്കുന്നു. അത് കണ്ടപ്പോൾ ഇതെന്താണ് പ്രാകൃതന്മാർ പോലും സ്ത്രീയുമായിട്ടുള്ള ഒരു ഇടപെടൽ, ഒരു ഏകാന്തത്തിൽ ചെയ്യുന്ന ഒരു കാര്യം ഇത്ര പരസ്യമായിട്ട് ഇങ്ങനെ ഒരു മടിയുമില്ലാതിരിക്കുന്നല്ലോ എന്ന് ഉറക്കെ തന്നെ പറഞ്ഞ് പരിഹസിച്ചു. ദേവിക്ക് ദേഷ്യം വന്നു. ദേവി ശപിച്ചു അസുരയോനിയിൽ ജനിക്കട്ടെ. അങ്ങനെ അസുരയോനിയിൽ വന്ന് ജനിച്ചതാണ് വൃത്രൻ. ഇപ്പം മനസ്സിലായല്ലോ.
ആ ത്വഷ്ടാവിൻ്റെ ദക്ഷിണാഗ്നിയിൽ ജനിച്ചു. ആ ദേവിയുടെ ശാപത്താൽ അസുരയോനിയെ എവിടെയെന്ന് ചിന്തിച്ച് നടന്ന ചിത്രകേതു ജന്മാന്തരമായി ഒരുപാട് ജന്മാന്തരങ്ങൾ കൊണ്ട് ഭഗവത് ഉണ്ടായിരുന്ന ഭക്തി നിമിത്തം സിദ്ധിച്ചിരുന്ന ആ ശാസ്ത്രജ്ഞാനത്തോടും അതുപോലെ ആത്മസാക്ഷാത്കാരമൊക്കെ ഉള്ള ആ വൃത്രനുള്ള പ്രസിദ്ധിയെ വഹിച്ചുകൊണ്ട് ത്വഷ്ടാവ് ഇന്ദ്രനെ സംഹരിക്കാൻ ഭൂതത്തെ ജനിപ്പിക്കുവാൻ സങ്കല്പിച്ച് ചെയ്ത ആഭിചാര ഹോമാഗ്നിയിൽ ജാതനായി ത്വഷ്ടാവിൻ്റെ മകനായിട്ട്. ബ്രഹ്മസദസ്സിൽ ദേവിയെ മടിയിൽ എത്തി ആലിംഗനം ചെയ്തതിൻ്റെ ആ രഹസ്യാർത്ഥം പുരുഷൻ പ്രകൃതിയെ കടാക്ഷിക്കുന്നതാണ്. അത് പുരുഷൻ പ്രകൃതിയെ കടാക്ഷിക്കുന്നതാണെന്ന്. പ്രകൃതിയും പുരുഷനുമാണ്, സ്ത്രീയും പുരുഷനും. അങ്ങനെയാണ് പ്രകൃതി, സ്ത്രീ, പുരുഷൻ, ഭഗവാൻ എന്നുള്ള ഇതിൽ ആ രഹസ്യാർത്ഥം മനസ്സിന് ലോകോത്പത്തിക്ക് തന്നെ കാരണമായി തീർന്നിരിക്കുന്നു എന്ന തത്വത്തെ സൂക്ഷ്മബോധത്തിൽ ചിത്രകേതുവിനുണ്ടാകാഞ്ഞത് എന്തുകൊണ്ടാണ്? ആ താത്കാലിക രജോ ഗുണം ഉണ്ടായതുകൊണ്ടാണ്. നിമിത്തമാകിയാൽ ആ ദോഷം നീങ്ങുവാനാണ് ഇങ്ങനെയൊരു ജന്മം വേണ്ടി വന്നതെന്നും ധരിക്കണം. നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെയൊരു ജന്മം വേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അതിനൊരു കാരണമുണ്ട്. ഈ രജസ്വഭാവം ശകലം അദ്ദേഹത്തിന് ബാക്കി കിടപ്പുണ്ടായിരുന്നു. അതും കൂടെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ഇത് കൊടുത്തത്. ആ വൃത്രനായിട്ട് ജനിക്കാനായിട്ട് ചിത്രകേതുവിനെ ശപിച്ചത്. ശാപം ഒരു അനുഗ്രഹമായിരുന്നു. ഏതത്തെ സർവമാഖ്യാതം യന്മാം ത്വം പരിപൃച്ഛസി വൃത്രസ്യാസുര ജാതേശ്ച കാരണം ഭഗവന്മതേ. അതിനകത്ത് ആ വൃത്രസ്യാസുര ജാതേശ്ച എന്നുള്ള വാക്ക് മാത്രം ഇത്തിരി പ്രയാസമാണ് നമുക്ക് ഉച്ചരിക്കാൻ, ബാക്കിയെല്ലാം എളുപ്പമാണ്. ഏതത്തെ സർവമാഖ്യാതം യന്മാം ത്വം പരിപൃച്ഛസി വൃത്രസ്യാസുരജാതേശ്ച കാരണം ഭഗവന്മതേഹേ. അസുരജാതിയിൽ ജനിച്ചവനായിരുന്നിട്ടും ഭഗവത് ഭക്തിയും അപരോക്ഷമായ ആത്മജ്ഞാനവും പൂർണ്ണമായ ആത്മജ്ഞാനവും വൃത്രന് എങ്ങനെ ഉണ്ടായി എന്ന് അങ്ങ് ചെയ്ത ചോദ്യത്തിന് മുമ്പ് ചോദിച്ചല്ലോ, അതിനുത്തരമായിട്ട് ഈ ചരിത്രം മുഴുവനും ഞാൻ അങ്ങയോട് പറഞ്ഞു തന്നു. ഇതിഹാസമിമം പുണ്യം ചിത്രകേതോർമഹാത്മനഃ മാഹാത്മ്യം വിഷ്ണുഭക്താനാം ശ്രുത്വാ ബന്ധാത് വിമുച്യതേ. ഈ കഥ കേൾക്കുന്നത് കൊണ്ടും കീർത്തിക്കുന്നത് കൊണ്ടും ഇത് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും എന്താ മഹാത്മാവായ ചിത്രകേതുവിൻ്റെ പുണ്യമായ ഈ ചരിത്രവും അതുപോലെ വിഷ്ണു ഭക്തന്മാരുടെ മഹാത്മ്യവും കേൾക്കുന്നതായിട്ടുള്ള നമ്മളെപ്പോലെയുള്ള ഈ പുരുഷരെ സംസാര ബന്ധത്തിൽ നിന്ന് മുക്തരാകും. നമ്മൾ നേരത്തെ മുക്തരായിരിക്കുകയാണ്. ഇനിയിപ്പം ഓരോ കഥകൾ കേൾക്കുമ്പോൾ കൂടുതൽ മുക്തരാകും. കാരണം അങ്ങനെ ആയിരിക്കണം, അല്ലാതെ വെറുതെ കേട്ടിട്ട് കാര്യമില്ല. ഏതത് പ്രാതരുദ്ധായ ശ്രദ്ധയാ വാഗ്യതഃ പഠേത് ഇതിഹാസം ഹരിം സ്മൃത്വാ സയാതി പരമാം ഗതിം. അതുപോലെ രാവിലെ എഴുന്നേറ്റ് മൗനമായിരുന്ന് ആ ഹരിയെ സ്മരിച്ച ശേഷം, ഭഗവാനെ സ്മരിച്ച ശേഷം യാതൊരു ചരിതൻ ഈ ചരിത്രം ശ്രദ്ധയോടുകൂടി കീർത്തനം ചെയ്യുന്നുവോ അവൻ പരമഗതിയെ പ്രാപിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ അധ്യായം അവസാനിക്കുന്നു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ഷഷ്ഠസ്കന്ധേ രൂപനിരൂപണ പ്രകരണേ ചിത്രകേതു ശാപനിരൂപണം നാമ സപ്തദശോധ്യായഃ. ഹരി ഓം.